വബറകാത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പോലെ ജെൻഡർ ന്യൂട്രാലിറ്റി, വിർച്യു ഓർ വൈസ് എന്ന വിഷയമാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. വിർച്യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നന്മ, വൈസ് എന്ന് പറഞ്ഞാൽ തിന്മ. ജെൻഡർ ന്യൂട്രാലിറ്റി നന്മയാണോ തിന്മയാണോ എന്നാണ് ഈ വിഷയം. ഈ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിൽ ഓരോ പദപ്രയോഗങ്ങളെയും നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം സംസാരിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളുടെ അർത്ഥം നമുക്ക് മനസ്സിലായാൽ മാത്രമാണ് അത് നമ്മൾ സംസാരിക്കുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന വിഷയത്തെ ആദ്യം നമ്മൾ അഭിസംബോധന ചെയ്യണം. എന്താണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജെൻഡർ എന്ന പദത്തിന് ആധുനിക ലോകത്ത് വളരെ വ്യത്യസ്തമായ, മുൻപൊന്നുമില്ലാതിരുന്ന ചില അർത്ഥകൽപ്പനകളാണ് ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇങ്ങനെ ഒരു മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ പരിശോധിച്ചാൽ, ചരിത്രത്തിൽ നമ്മളൊന്ന് പിന്നോട്ടേക്ക് സഞ്ചരിച്ചാൽ, അതിൻ്റെ ഉത്ഭവം ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ജെൻഡർ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യത്തിന് അർത്ഥം എന്താണ്, എവിടെ നിന്നാണ് അത് ഉത്ഭവിച്ചത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ നമുക്കതിൻ്റെ ഉത്ഭവം കാണാൻ സാധിക്കുന്നത്, അതിൻ്റെ വേരുകൾ കാണാൻ സാധിക്കുന്നത് സിമോൺ ഡി ബൂവോ എന്ന ഫെമിനിസ്റ്റിൻ്റെ ഒരു ഗ്രന്ഥത്തിലാണ്. രണ്ടാം തരംഗ ഫെമിനിസത്തിലെ പ്രധാനപ്പെട്ട വക്താവായ സിമോൺ ഡി ബൂവോ അവരുടെ ദ സെക്കൻഡ് സെക്സ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു വാചകം, ലോകപ്രശസ്തമായൊരു വാചകമാണ്. ആ ഗ്രന്ഥത്തിൽ അവർ പറയുന്ന വാചകം വൺ ഈസ് നോട്ട് ബോൺ ബട്ട് ബിക്കംസ് എ വുമൺ എന്നാണ്. ഒരു സ്ത്രീയും സ്ത്രീയായി ജനിക്കുന്നതല്ല, നേരെ മറിച്ച് അവർ സ്ത്രീയാക്കി മാറ്റപ്പെടുന്നതാണ്. സമൂഹം അവരെ മാറ്റുന്നതാണ്, അവരുടെ ചുറ്റുപാടുകൾ അവരെ മാറ്റുന്നതാണ്, അവരുടെ സാഹചര്യങ്ങൾ അവരെ എങ്ങനെ സ്ത്രീയാക്കി മാറ്റുന്നതാണ് എന്നാണ് സിമോൺ ഡി ബൂവോ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. അതായത് ജീവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ അവർക്ക് ഞാനൊരു പെണ്ണാണ് എന്ന് തോന്നുന്നത്, അവർക്ക് മറ്റുള്ള എന്തെങ്കിലും ശാരീരികമായ സവിശേഷതകളുടെ അടിസ്ഥാനത്തിലല്ല ഞാനൊരു പെണ്ണാണ് എന്ന് തോന്നുന്നത്. നേരെ മറിച്ച് സമൂഹം അവരെ പഠിപ്പിക്കുകയാണ് നീ ഒരു പെണ്ണാണ് എന്ന്. സമൂഹം ഒരു പെണ്ണിന് ധരിക്കേണ്ടുന്ന വസ്ത്രങ്ങൾ എന്താണെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് അവർക്കത് നൽകുകയാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് അവർ സ്ത്രീകളാണെന്നും പെൺകുട്ടികൾക്ക് അവർ പെൺകുട്ടികളാണെന്നും അങ്ങനെയുള്ളൊരു ബോധം, അങ്ങനെയുള്ളൊരു സ്വത്വബോധം, ഒരു ഐഡൻറ്റിറ്റി കോൺഷ്യസ്നസ് അവർക്കുണ്ടാകുന്നത് എന്നാണ് സിമോൺ ഡി ബൂവോ ഈ വാചകത്തിലൂടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു വേരിൽ നിന്ന്, ഇങ്ങനെയുള്ളൊരു ചരിത്ര ഘട്ടത്തിൽ നിന്ന്, ആ ഫെമിനിസത്തിൻ്റെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, ജെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സംസാരങ്ങൾ സിമോൺ ഡി ബൂവോ നടത്തുന്നത് എങ്കിൽ പിന്നീട് നടക്കുന്ന സംഭവം നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, സെക്സും ജെൻഡറും പലപ്പോഴും ഒരേ അർത്ഥങ്ങളുള്ള പദങ്ങളായി നമ്മളിൽ പലരും പ്രയോഗിക്കാറുണ്ട്. പുരാതന കാലഘട്ടം മുതൽക്ക്, ഇംഗ്ലീഷ് ഭാഷയുടെ ഉത്ഭവം മുതൽക്ക് തന്നെ സെക്സും ജെൻഡറും പര്യായ പദങ്ങളായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഒരേ അർത്ഥമുള്ള പദങ്ങൾ. സെക്സ് എന്ന് പറഞ്ഞാൽ പുരുഷനുണ്ടാകും, സ്ത്രീ ഉണ്ടാകും. ഇതുപോലെ തന്നെ ജെൻഡറിനും അതേ അർത്ഥമായിരുന്നു കൽപ്പിച്ചത്. ജെൻഡറിലും രണ്ട് വർഗ്ഗങ്ങളാണ്, സ്ത്രീകളും പുരുഷന്മാരും എന്നായിരുന്നു സങ്കല്പം. പക്ഷേ 1960-കൾക്ക് ശേഷം ആ ചിന്ത മാറുകയാണ്. സെക്സ് വേറെയാണ്, ജെൻഡർ വേറെയാണ് എന്നൊരു പുതിയ ചിന്ത ഉടലെടുക്കുകയാണ്. ആ ചിന്തക്കുള്ള കാരണം, അതിന് വൈജ്ഞാനികമായ പരിസരം ഒരുക്കിയത്, അതിന് വൈജ്ഞാനികമായ ഒരു വേഷം നൽകിയത് ഡോക്ടർ റോബർട്ട് സ്റ്റോളർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിലാണ് ഇങ്ങനെ സെക്സിനെയും ജെൻഡറിനെയും വേർതിരിച്ച് ആദ്യമായി കാണിക്കുന്നത്. 1968-ലാണ് അദ്ദേഹം ആ ഗ്രന്ഥം രചിക്കുന്നത്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു സെക്സ് വേറെയാണ്. സെക്സ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾക്കനുസരിച്ച്, ലൈംഗികാവയവങ്ങൾക്കനുസരിച്ച്, ബാഹ്യമായ സവിശേഷതകൾക്കനുസരിച്ച് തീരുമാനിക്കപ്പെടുന്ന ഒന്നാണ്. ഒരു വ്യക്തിയുടെ ശരീരം കണ്ടാൽ നമുക്ക് അയാളുടെ സെക്സ് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ജെൻഡർ അങ്ങനെയല്ല. ജെൻഡർ ഒരിക്കലും ശരീരത്തെ അടിസ്ഥാനമാക്കിയല്ല ഉള്ളത്, നേരെ മറിച്ച് അവരുടെ മനസ്സിനുണ്ടാകുന്ന തോന്നലുകൾക്കനുസരിച്ചാണ്. ഒരു പുരുഷനായി ജനിച്ച മനുഷ്യനാണെങ്കിലും, പുരുഷൻ എന്ന സെക്സിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണെങ്കിലും ശരി, അയാൾക്ക് സ്ത്രീയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ അയാളുടെ ജെൻഡറായി പരിഗണിക്കണം എന്നാണ് റോബർട്ട് സ്റ്റോളർ വാദിക്കുന്നത്. ഇങ്ങനെ വൈജ്ഞാനികമായ ഒരു പരിസരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇത്രയും പറഞ്ഞത് ജെൻഡറിനെ കുറിച്ച് ആധുനിക കാലഘട്ടത്തിൽ അത് വെറും തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തേണ്ടതാണ് എന്ന ചിന്ത രൂപപ്പെട്ടതിനെക്കുറിച്ചുള്ള ചില നാഴികക്കല്ലുകളാണ് ഞാൻ സൂചിപ്പിച്ചത്. പക്ഷേ ഇങ്ങനെ പുതിയൊരു ചിന്താധാര ജെൻഡർ എന്ന പദവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെല്ലാം പറയാൻ ശ്രമിച്ചൊരു കാര്യമൊന്നാണ്. ജെൻഡർ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ,
ജന്മത്തിലുള്ള ശാരീരികമായ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ആർക്കും തീരുമാനിക്കാൻ സാധിക്കില്ല. അത് ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്കാണെങ്കിലും ശരി, സമൂഹത്തിനാണെങ്കിലും ശരി, കുടുംബത്തിനാണെങ്കിലും ശരി, വേറെ ആർക്കും ആ കുഞ്ഞിൻ്റെ ജെൻഡർ തീരുമാനിക്കാൻ സാധിക്കില്ല. സെക്സ് വേണമെങ്കിൽ തീരുമാനിക്കാം ശരീരത്തെ നോക്കിക്കൊണ്ട്. ഇതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ആശയത്തിൻ്റെ പിന്നിലുള്ള പ്രത്യയശാസ്ത്രപരമായ ഐഡിയോളജിക്കലായിട്ടുള്ള അടിത്തറ, ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയത്, ക്രക്സ് ഓഫ് ജെൻഡർ ന്യൂട്രാലിറ്റി ഈസ് ചിൽഡ്രൻ ആർ ബോൺ ജെൻഡർ ന്യൂട്രൽ. കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ജെൻഡർ ന്യൂട്രൽ ആയിക്കൊണ്ടാണ്. അവർക്കൊരു ജെൻഡർ ഇല്ല. അവരൊരു പുരുഷൻ എന്ന ജെൻഡറിൽപ്പെട്ട ഒരാളല്ല, അവർ ഒരു സ്ത്രീ എന്ന ജെൻഡറിൽപ്പെട്ട ഒരാളല്ല. ജെൻഡർ ന്യൂട്രലായിട്ട് രണ്ടും കെട്ട ആണോ പെണ്ണോ അല്ലാത്ത അവസ്ഥയിൽ, ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മനോഭാവത്തോടു കൂടിയാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നതും വളരുന്നതും എന്നാൽ അവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ അവർക്ക് സമൂഹം പഠിപ്പിച്ചു കൊടുത്താലല്ലാതെ അവർക്കൊരിക്കലും പുരുഷനാണോ ഞാൻ സ്ത്രീയാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ, അവർക്ക് സ്വയം ചിന്തിക്കാനുള്ള ശേഷി എത്തുന്നത് വരെ ഒരിക്കലും ഏത് ജെൻഡറിൽപ്പെട്ടവരാണ് അവർ എന്ന ആശയം അവരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ ബാലുശ്ശേരി സ്കൂളിലടക്കം നടപ്പാക്കുന്ന ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന ആശയത്തിന് പിന്നിൽ ഇങ്ങനെ കുറേ പ്രത്യയശാസ്ത്രപരമായ നാഴികക്കല്ലുകൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് അതിൻ്റെ അപകടം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവർക്ക് ഏത് ലിംഗത്വത്തിൽപ്പെട്ടവരാണ്, ജെൻഡറിൽപ്പെട്ടവരാണ് അവർ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിൽ ജനിക്കുമ്പോൾ സ്വന്തം ഐഡൻറ്റിറ്റിയെക്കുറിച്ച്, അസ്തിത്വത്തെക്കുറിച്ച് അവർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുന്നു. ആ സംശയങ്ങൾ ചിലപ്പോൾ അവരെ ഡിപ്രഷനുകളിലേക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് മാനസികമായ പ്രയാസങ്ങളിലേക്ക് നയിക്കും എന്ന് പഠനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഈ ജെൻഡർ വേറെയാണ്, സെക്സ് വേറെയാണ് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി പരിശ്രമിച്ച ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ട്, അവരുടെ പരീക്ഷണങ്ങളുണ്ട്. ആ പരീക്ഷണങ്ങളിൽ ഏറ്റവും കുപ്രസിദ്ധി ആർജിച്ച, എന്നാൽ ഏറ്റവും കൂടുതൽ ഇതിന് ശാസ്ത്രീയമായ പിൻബലമുണ്ട് എന്ന് ജനങ്ങളുടെ മുമ്പിൽ സമർത്ഥിക്കുവാൻ വേണ്ടി ഉപയോഗിച്ച പ്രധാനപ്പെട്ട പഠനം, പ്രധാനപ്പെട്ട പരീക്ഷണം ഡോക്ടർ വില്യം ജോൺ മണിയുടേതാണ്. അദ്ദേഹത്തെയാണ് നിങ്ങൾക്ക് ആ മുകളിൽ കാണുന്ന ഫോട്ടോ കാണാൻ സാധിക്കുന്നത്. അവിടെ ജോൺ വില്യം മണി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ ജെൻഡർ വേറെയാണ്, സെക്സ് വേറെയാണ് എന്ന മുൻധാരണയെ, തെറ്റിദ്ധാരണയെ സമർത്ഥിക്കുവാൻ വേണ്ടി ഒരു പരീക്ഷണം നടത്തുകയാണ്. ആ പരീക്ഷണം നടത്തുന്നത് ബ്രൂസ് പീറ്റർ റീമർ എന്ന് പറയുന്ന ഈ താഴെ കാണുന്ന ആ വ്യക്തിയിലാണ്. അദ്ദേഹം കുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈംഗികാവയവത്തിന് ഒരു ചെറിയ പ്രയാസമുണ്ടാകുന്നു. ഫിമോസിസ് എന്ന രോഗം ബാധിക്കുന്നു. അത് കാരണം ചേലാകർമ്മം ചെയ്യുമ്പോൾ, അതിന് വേണ്ടിയുള്ള സർജറി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈംഗികാവയവത്തിൻ്റെ സിംഹഭാഗവും മുറിഞ്ഞു പോകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു. ആ സന്ദർഭത്തിൽ അയാളെ ഒരു പെണ്ണാക്കി വളർത്താം, ആൺകുട്ടിയായിട്ടാണ് ജനിച്ചത് എങ്കിലും ഒരു പെണ്ണാക്കി വളർത്താം എന്ന ആശയം ഡോക്ടർ വില്യം ജോൺ മണിയുടെ മനസ്സിലുദിക്കുന്നു. അങ്ങനെ പെണ്ണാക്കി വളർത്തിയാൽ അയാളുടെ ആശയം അയാൾക്ക് സമർത്ഥിക്കാൻ ശ്രമിക്കാം. കാരണം ജെൻഡർ എന്ന് പറഞ്ഞാൽ വളർത്തുന്നതിനനുസരിച്ചാണ്, അവരിൽ കുത്തിവെക്കുന്ന തോന്നലുകൾക്കനുസരിച്ചാണ് എന്ന് സമർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ശാസ്ത്രീയമായ സിദ്ധാന്തമായി അവതരിപ്പിക്കാം. ഇതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. പക്ഷേ സംഭവിച്ചത്, ആ കുട്ടിക്ക് വളരും തോറും ഞാനൊരാണാണെന്ന, ആണായി ജനിച്ച ആ കുട്ടിക്ക് പെണ്ണായി വളർത്തപ്പെട്ട ആ ആണായിട്ടാണ് ഞാൻ ജനിച്ചത് എന്ന വസ്തുത അറിയാതെ മാതാപിതാക്കൾ വളർത്തിയ ആ കുട്ടിക്ക് ഒരുപാട് മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാവുകയാണ്. ഞാനൊരു പെണ്ണല്ല, ഞാൻ ശരിക്കൊരാണാണ് എന്ന തോന്നൽ ഉണ്ടാവുകയാണ്. ജനിച്ചത് ആണായിട്ട് തന്നെയായിരുന്നു, പക്ഷെ അത് ആ കുട്ടിക്കറിയില്ല. അങ്ങനെ ഞാനൊരാണാണ് എന്ന ചിന്ത വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയപ്പോൾ ആ കുട്ടി മാതാപിതാക്കളോട് അതിൻ്റെ സത്യാവസ്ഥ ചോദിക്കുകയാണ്. മാതാപിതാക്കൾ അതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കുകയാണ്. നീ ജനിച്ചതൊരാണായിട്ടായിരുന്നു, പെണ്ണായിട്ട് നിന്നെ വളർത്തിയതാണ്. ഡോക്ടർ വില്യം ജോൺ മണിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഇതാണ് നല്ലത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അങ്ങനെ വളർത്തിയതാണ്. അങ്ങനെ ഈ സത്യം മനസ്സിലാക്കിയപ്പോൾ, വല്ലാത്ത വിഷാദങ്ങൾ അനുഭവിച്ചപ്പോൾ, ഒരുപാട് മാനസികമായ പ്രയാസങ്ങൾക്ക് ശേഷം അയാൾ ഒരു പുരുഷനാകാൻ വേണ്ടി, തിരിച്ചൊരു പുരുഷനാകാൻ വേണ്ടി, സ്ത്രീയായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറി പുരുഷനാകാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. പക്ഷേ ആ പുരുഷനാകുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഒരുപാട് കുടുംബ പ്രശ്നങ്ങളും വേറെ ഒരുപാട് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും അനുഭവിച്ചത് കാരണം പിന്നീട് അദ്ദേഹത്തിൻ്റെ യുവത്വത്തിൻ്റെ പ്രായത്തിൽ തന്നെ സ്വയം ജീവനൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ ആ പരീക്ഷണം ജോൺ വില്യം മണി നടത്തിയ ജെൻഡർ എന്ന് പറയുന്നത് തോന്നലുകൾ, നമ്മൾ കൊടുക്കുന്ന തോന്നലുകൾ അനുസരിച്ചാണ് ഉണ്ടാവുക. ആ തോന്നലുകൾ സമൂഹമാണ് കൊടുക്കുന്നത്. അതിനനുസരിച്ചാണ് ഒരാൾക്ക് തൻ്റെ ജെൻഡർ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുക എന്ന് പറയുന്ന ജോൺ വില്യം മണിയുടെ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം, അദ്ദേഹത്തിൻ്റെ പരീക്ഷണം അതൊരു ഭൂലോക തോൽവിയായി മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിച്ചത് പെണ്ണായി വളർത്തിയാൽ പെണ്ണായിട്ട് തന്നെ അയാൾക്ക് അനുഭവപ്പെടുമെന്നാണ്. പക്ഷേ നേരെ മറിച്ചാണ് സംഭവിച്ചത്.
പെണ്ണായി വളർത്താൻ എല്ലാവരും പരിശ്രമിച്ചിട്ടും, മാതാപിതാക്കളും ഡോക്ടറും സമൂഹവും എല്ലാം പരിശ്രമിച്ചിട്ടും ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പെണ്ണല്ല ആണാണ് എന്ന തിരിച്ചറിവ് തന്നെയാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ആ പരീക്ഷണം ഒരു തോൽവിയാണ്, ശാസ്ത്രീയമായി യാതൊരു അടിത്തറയുമില്ലാത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സത്യാവസ്ഥ ഈ ബ്രൂസ് പീറ്റർ തന്നെയാണ് ഒരു ലൈംഗിക ശാസ്ത്രജ്ഞനോട് പറയുന്നത്. ആ ലൈംഗിക ശാസ്ത്രജ്ഞൻ്റെ പേര് മിൽട്ടൺ ഡയമണ്ട് എന്നാണ്. ആ മിൽട്ടൺ ഡയമണ്ടിനോട് തൻ്റെ ജീവിതാനുഭവങ്ങളും തൻ്റെ പ്രയാസങ്ങളും എല്ലാം പറഞ്ഞപ്പോൾ മിൽട്ടൺ ഡയമണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൃതി രചിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ശാസ്ത്രീയ ലോകത്ത് നടത്തിയ വലിയ ഒരു തട്ടിപ്പിൻ്റെ കഥയാണ്. ജെൻഡർ വേറെയാണ്, സെക്സ് വേറെയാണ് എന്ന് പരിശ്രമിക്കാൻ ശ്രമിച്ചവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് ഇസ്ലാമിൻ്റെ വീക്ഷണം വളരെ കൃത്യമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യതിരിക്തമായ സവിശേഷതകളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സ്ത്രീകൾക്ക് വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളുമുണ്ട്, പുരുഷന്മാർക്ക് വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളുമുണ്ട്. ഒരിക്കലും സ്ത്രീകൾ പുരുഷനെ പോലെ ആകാൻ പരിശ്രമിക്കരുത്, പുരുഷൻ ഒരിക്കലും സ്ത്രീകളെ പോലെ ആകാൻ പരിശ്രമിക്കരുത്. ഈ വ്യതിരിക്തതകളെ പൂർണ്ണമായും അംഗീകരിക്കാൻ മനുഷ്യർ സന്നദ്ധരാകണം എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാഇ വൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിറിജാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പുരുഷന്മാരോട് സാദൃശ്യം വെച്ച് പുലർത്തുന്ന സ്ത്രീകളും അതുപോലെ സ്ത്രീകളോട് സാദൃശ്യം വെച്ച് പുലർത്തുന്ന പുരുഷന്മാരും ശപിക്കപ്പെട്ടവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീ പുരുഷ വ്യതിരിക്തതയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം. അതല്ലാത്ത സ്ത്രീകളെയും പുരുഷനെയും വ്യതിരിക്തമാക്കാത്ത, അവർ ന്യൂട്രലായി കാണുന്ന ഒരു സങ്കല്പം ഇസ്ലാമിന് അന്യമാണ്. അതിനെ തിന്മയായിട്ടാണ് ഇസ്ലാം പരിഗണിക്കുന്നത്. ശാസ്ത്രീയമായി നോക്കിയാലും അതൊരു തിന്മയാണ്. കാരണം ശാസ്ത്രീയമായി പരാജയപ്പെട്ട ഒരു പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരീക്ഷണത്തിൻ്റെ പരാജയം മറച്ചു വെച്ചുകൊണ്ട് ആ പരീക്ഷണത്തെ എന്തോ വലിയ സംഭവമാക്കി, എന്തോ വലിയ തെളിവാക്കി ഉദ്ധരിച്ചുകൊണ്ട് ശാസ്ത്രത്തോട് തന്നെ കാണിക്കുന്ന വലിയൊരു അനീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ മതത്തിൻ്റെ വീക്ഷണത്തിലും അതുപോലെ തന്നെ ശാസ്ത്രത്തിൻ്റെ എത്തിക്സിൻ്റെ വീക്ഷണത്തിലുമെല്ലാം അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരാശയമാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നത്. ജീവശാസ്ത്രത്തോട് ഒരു നീതിയും പുലർത്താത്ത, ശാസ്ത്രത്തിൻ്റെ രീതിശാസ്ത്രത്തോടും പരീക്ഷണ മാനദണ്ഡങ്ങളോടും ഒരു നീതിയും പുലർത്താത്ത ഇത്തരം ആശയങ്ങൾ അത് തീർച്ചയായും തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ തെറ്റ്, ഈ അബദ്ധം ഒരുപാട് പേർ സമൂഹത്തിൽ ആവർത്തിക്കുന്നുണ്ടെങ്കിലും അത് പല സ്ഥലങ്ങളിൽ നിന്നും പല കലകളിൽ നിന്നും സിനിമകളിൽ നിന്നുമെല്ലാം ആകൃഷ്ടരായിക്കൊണ്ട് അത് സത്യമാണെന്ന് വിചാരിച്ച് അംഗീകരിച്ച് അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അവർക്ക് കൃത്യമായി ഈ വിഷയത്തിൽ ബോധവൽക്കരണങ്ങൾ നടത്താൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.